അസ്സലാമു അലൈക്കും. ഇന്നലെ ഒരു FB പോസ്റ്റിങ്ങിന് കണ്ടപ്പോഴേ, എന്തോ ഒരു പോസ്റ്റാണ്, അതിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്, മനുഷ്യൻ ഒട്ടും നന്ദിയില്ലാത്ത ജീവി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി കെട്ട ജീവി മനുഷ്യനാണ്, നായക്ക് ഇതിനേക്കാൾ നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നിങ്ങളൊക്കെ കേൾക്കാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ കമൻറ്റുകൾ. ഈ വസ്തുത ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തന്നെ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലക്കനൂദ്. മനുഷ്യൻ സൃഷ്ടാവിനോട് വളരെ നന്ദികേടാണ്. അങ്ങനെ പല രീതിയിൽ നന്ദികേടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വസ്തുതയാണത്. പക്ഷെ എന്നാൽ ഇതിൻ്റെ ഡീപ്പ് നോളജിലേക്ക്, ഡീകോഡിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാവുള്ളൂ. ഇതെന്താണ് ഇതിങ്ങനെ, മനുഷ്യനേക്കാൾ നന്ദി നായ കാണിക്കുന്നു, മനുഷ്യന് എന്തെങ്കിലും നന്ദികേട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഷോർട്ടായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കി നമ്മുടെ അൽഫലൈൻ്റെ ആപ്പിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പല രീതിയിലും, പല കോളത്തിലും, പല ഭാവത്തിലും, പല രീതിയിലും പറയുന്നുണ്ട് പലയിടങ്ങളിലായിട്ട് ഇത്തരം വിഷയങ്ങൾ. അതായത് മനുഷ്യനെ സംബന്ധിച്ചോളം എന്താ പറയുക, മനുഷ്യന് നന്ദി കാണിക്കാൻ പറ്റും, നായക്കും നന്ദി കാണിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് നായ എടുക്കുക, ഏത് മൃഗമായിക്കോട്ടെ, എക്സാമ്പിൾ നായ എടുക്കുക. പക്ഷെ നായയുടെ നന്ദി കാണിക്കൽ പ്രോഗ്രാംഡാണ്. അതിന് നന്ദി കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് പാലാട്ടും, അതിന് വേറെ ഓപ്ഷൻ ഇല്ല, അതിന് പ്രോഗ്രാംഡാണ്. ഓക്കെ. എന്നാൽ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മനുഷ്യന് നന്ദി കാണിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യൻ നന്ദി കാണിക്കുന്നത് ബോധപൂർവമാണ്. കോൺഷ്യസ് ഗ്രാറ്റിറ്റ്യൂഡ് മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയും. വളരെ ബോധപൂർവമാണ് അവന് നന്ദി കാണിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നന്ദി കാണിക്കാം. നായക്കറിയില്ല ഞാൻ നന്ദി കാണിക്കുന്നതെന്ന് അതിനെ അറിയുകയും ചെയ്യില്ല. അത് പ്രോഗ്രാമിങ് ഇങ്ങനെ നടക്കുന്നതോട്, അതിലൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നു. പക്ഷെ മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്നത് സ്വയം പ്രോഗ്രാം ചെയ്യാനുള്ള കോഡിങ് ടെക്നിക്കാണ് പഠിപ്പിച്ചു തന്നേക്കുന്നത്. നമുക്ക് തന്നെ നമ്മളെ പ്രോഗ്രാം ചെയ്യാം. ഒരു പരിധിവരെയാണ് സ്വാഭാവികമായിട്ടും, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വളരെ ബോധപൂർവം നന്ദി കാണിക്കാൻ കഴിയുന്ന, നന്ദി കാണിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് നന്ദി കാണിക്കലാണ് നല്ലതെന്ന് ഉറപ്പിച്ചിട്ട് ബോധപൂർവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്ദി കാണിക്കാൻ പറ്റും. അങ്ങനെ വളരെ അവെയർനെസ് മെൻ്റൽ സ്റ്റേറ്റിൽ, വളരെ ബോധത്തിൽ, തഖ്വ സ്റ്റേറ്റിൽ, അവെയർനെസ് തലത്തിൽ, റഫലത്തൊക്കെ പോയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഒരാൾ നന്ദി കാണിക്കുന്നതെങ്കിൽ അത് ശരിക്ക് ആനന്ദിക്കാൻ പറ്റും. അവൻ ജോയ്ഫുൾ മെൻ്റൽ സ്റ്റേറ്റിലെത്താൻ പറ്റും. ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നന്ദിയിലൂടെ എന്താ പറ്റും, ജോയ്ഫുൾനെസ് കിട്ടും, വല്ലാത്തൊരു ആനന്ദം കിട്ടൂടെ. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. നായക്കത് കിട്ടില്ല, നായ പ്രോഗ്രാമിലാണ്. അതിങ്ങനെ പാലാട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിനൊന്നും അറിയില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇങ്ങനെ ബോധപൂർവ്വം നന്ദി കാണിച്ച് മുത്തുമൈനത്തിലും സക്കീനത്തിലും ഒക്കെ എത്താൻ പറ്റുന്ന, ട്രാങ്ക്വിലിറ്റിയിലേക്ക് എത്താൻ പറ്റുന്ന ജീവി ആയതുകൊണ്ട് തന്നെ അതിലൊരു അപകടം കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണത്? ബോധപൂർവമാണ് നന്ദി കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബോധപൂർവം നന്ദികേടും കാണിക്കാൻ പറ്റും. അതും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടാവും, രാത്രിയുണ്ടെങ്കിൽ പകലുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് ഇഖ്തിയാർ, സെലക്ഷൻ തന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേത് അവിടെ ഉണ്ടാവും. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ്, ഇമ്മാ ഷാക്കിറൻ ഓ ഇമ്മാ കഫൂറ എന്നാണ് പറഞ്ഞത്. ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ കാഫിറാകാം, നന്ദി കെട്ടവനാകാം. പലപ്പോഴും കാഫറിൻ്റെ ഓപ്പോസിറ്റ് മുസ്ലിം എന്നാണ് നമ്മൾ കേൾക്കാറ്. പക്ഷേ ഖുർആനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാടിടങ്ങളിൽ, പലയിടങ്ങളിലും കാണുന്നത് കാഫറിൻ്റെ ഓപ്പോസിറ്റ് ഷാക്കിറും, ഷാക്കിറിൻ്റെ ഓപ്പോസിറ്റ് കാഫിറാണ്. അപ്പോൾ നന്ദികളിലൂടെ കുഫരിയത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നന്ദിയുള്ളവനാവുകയും ചെയ്യാം. എല്ലാം ബോധപൂർവമാണ്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ബോധപൂർവം അവന് നന്ദിയുടെ പാരമ്യത്തിലേക്ക് പോകാം. ആ നന്ദിയിലൂടെ, കാരുണ്യത്തിലൂടെ ഒരുപാട് പേർക്ക്, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ, സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഹൈ ലെവലിൽ പോയിക്കൊണ്ട് ആനന്ദത്തിലേക്ക് അവനിക്ക് പോകാം. എന്നാൽ അവിടെ തന്നെ നേരെ തിരിച്ചിട്ടുണ്ടെന്നർത്ഥം. കാരണം മല കയറിയവന് മാത്രമേ വീണ് പോകുമോ എന്നുള്ള പേടിയുള്ളൂ. മല കയറാതെ ഭൂമിയിൽ നിൽക്കുന്നതിന് അവനെ സംബന്ധിച്ചോളം ഭൂമിയിലേക്ക് ഞാൻ വീണു പോകും, മലയിൽ നിന്ന് വീണു എന്ന് പേടിക്കാനില്ല. അപ്പോൾ ശുക്രൻ്റെ മല ഇങ്ങനെ കയറിപ്പോകാനുള്ള പ്രോഗ്രാമിങ് കോഡ് ചെയ്യാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് തന്നു, മനുഷ്യന് തന്നു. അപ്പോൾ അതോടൊപ്പം ആ മല കയറുമ്പോൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നായ മല കയറുന്നില്ല, പ്രോഗ്രാമിലാണ്, ഭൂമിയിലൂടെ തന്നെയാണ് ഓടുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായില്ലേ? ഷോർട്ടായിട്ട് പറഞ്ഞാൽ പടച്ചവൻ എത്രമാത്രം ഔന്നത്യത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. സ്വയം ബോധപൂർവം ആസ്വദിച്ച് ആനന്ദിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാം. മറ്റുള്ള ജീവികൾക്ക് അങ്ങനെയില്ല. ദേ ആർ ഗഫലത്ത്, അൺഅവേർനെസ്സിലാണ്. എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഗഫലത്തിലുണ്ട്, അൺഅവേർനെസ്സിലാണ് മഹാഭൂരിപക്ഷം. അധിക ജനങ്ങളും ഗഫലത്തിലാണ് എന്നാണ് ഖുർആൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അൺഅവേർനെസ്. ഓക്കെ. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഏക മാർഗം
എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് ശുക്ർ എന്നുള്ളത് കേവലം ഇൻഫർമേഷൻ ലെവലിൽ നിന്ന് പഠിച്ചിട്ട് അവിടെ നിൽക്കാതെ ആഴങ്ങളിലേക്ക് ഈ ശുക്റിനെ അനുഭവിപ്പിച്ച് തരുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ, ഇത് അനുഭവിപ്പിച്ച് തരാൻ കഴിവുള്ള, അറിവുള്ള, വിവരമുള്ള, വിവേകമുള്ള, എന്നെ ഒന്ന് ശാക്കറാക്കി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അന്വേഷണം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ സത്യസന്ധമായ കേന്ദ്രത്തിലെത്തും. നിങ്ങളുടെ അന്വേഷണം ഫേക്കാണെങ്കിൽ നിങ്ങൾ ഫേക്ക് കേന്ദ്രത്തിലെത്തും. ഇതൊരു ആത്യന്തിക സത്യമാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്താണ്. ഇത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.